അപ്പോൾ നമുക്ക് ഗുലാബ് ജാമുൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 4 പീസ് ബ്രെഡ് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിച്ചെടുത്ത പൊടിയിലേക്ക് ഒരല്പം പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. പാല് കൂടി പോകാൻ പാടില്ല. നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ രൂപത്തിൽ നമുക്ക് കിട്ടണം. എന്നിട്ട് ഇതുപോലെ ഒരു കുറേ ബോൾസ് ആക്കിയിട്ട് നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. ആദ്യം ഇത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഗുലാബ് ജാമുൻ്റെ സംഭവങ്ങൾ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് ബോൾസൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബ്രെഡ് എടുത്ത് മാറ്റാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് നമ്മൾ ഈ ബ്രെഡ് കൊണ്ടുള്ള ഗുലാബ് ജാമുൻ. അപ്പോൾ ഇനി നമുക്കിത് മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് 2 ഏലക്കായും കൂടി ഇട്ട് കൊടുത്ത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ബ്രെഡ് പൊരിച്ച് വെച്ചിരിക്കുന്ന എടുത്തിടുക. അതിനുശേഷം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്കതൊന്ന് തുറന്ന് നോക്കുമ്പോൾ നമ്മളെ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മളെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ തയ്യാറായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന, നമുക്ക് ബാലൻസ് വരുന്ന ബ്രെഡ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐറ്റമാണ്. കൂടുതലൊന്നും വേണ്ട, പഞ്ചസാര, ബ്രെഡ്, ഇച്ചിരി പാല്. ഇനി പാലില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ചാലും കുഴപ്പമൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.